ആഹാ, ഇവിടെ വന്ന് സ്വപ്നം കാണുകയാണ്. So dear friends, cheers. Cheers. Now ladies and gentlemen, Colonel Rajashekharan എന്തോ പറയാനുണ്ടത്രേ. Please listen to him. Dear friends, എന്റെ മകൻ സുധാകരൻ 6 വർഷത്തെ അമേരിക്കൻ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അയാൾക്ക് അമേരിക്ക മടുത്തു അത്രേ. ഇനി നമ്മുടെ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പോവാണ്. അത് നമുക്ക് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണമെന്നോ? ഗംഭീരമായി ആഘോഷിക്കണം. അത് നമ്മൾ ആഘോഷിക്കുന്നു. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്വാഗതം. Now ladies and gentlemen, there is a very important announcement. Our good friend and a great industrialist, Mr. Balachandra Menon, will say a few words. Yes, Mr. Menon? Mr. Sudhakaran Nair, MA, MBA. അടുത്ത 1-ാം തീയതി മുതൽ, അതായത് മറ്റന്നാൾ മുതൽ എന്റെ കമ്പനിയുടെ ജനറൽ മാനേജരായി ചാർജ് എടുക്കും. Good night. Good night. Good night. രാധേ, ഉറങ്ങിക്കോ. സാരമില്ല, സാരമില്ലെന്നേ. എന്താണ് ക്ഷമകേടാണിത്? ഒരു നിമിഷം കൂടെ കാത്തിരിക്കാൻ വയ്യേ? ഇനിയും കാത്തിരിക്കാനോ? കാത്തിരുന്ന് മടുത്തോ? 1-2 മിനിറ്റ് മണിക്കൂറും അല്ല, 24 കൊല്ലമാണ് കാത്തിരുന്നത്. എന്നാലേ ഒരു ശകലം കൂടെ കാത്തിരുന്നേ പറ്റൂ. പിന്നെ നിന്റെ മൂക്കിന് ഞാനിരിക്കും. മൂക്ക് മൈതാനം പോലെ ആവും. പിന്നെ നിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, പറഞ്ഞേക്കാം. ഐപീസിന്റെ ഇടിയല്ലേ, ചിലപ്പോ ചത്തുവോ? ചേട്ടാ വീട് ചേട്ടാ, എന്റെ സാരി കോടെ. എന്റെ പൊന്നല്ലേ, ഒരു നിമിഷം. എങ്ങോട്ടാ യാത്ര? ഇപ്പൊ മാറിയിട്ട് വരാം. മാറിയിട്ട് വരാമെന്നോ? അതിനെങ്ങോട്ടാ പോകുന്നേ? ബാത്റൂമിൽ. വേണ്ട, എന്റെ മോൾ ഇവിടെ അങ്ങ് മാറിയാ മതി. ചുമ്മാ എന്റെ സുഖേട്ടാ, ഞാൻ ഒരു നിമിഷം കൊണ്ട് വരാന്നേ. വേണ്ടെന്നേ. വേഷം മാറുന്നുണ്ടോ ഇല്ലയോ? ഇല്ലേ ആ പാവടയും ബ്ലൗസും ഒക്കെ ഇപ്പൊ ഞാൻ വലിച്ചു കയറും. എന്റെ പൊന്നെ, ഞാൻ തോറ്റു. പോലീസ് പറഞ്ഞ തന്നെ പ്രയോഗിച്ചോളെ. അടിക്കടി ബ്ലൗസ് ചിരിക്കുന്നു. അടിച്ചില്ല എല്ലാം അടിക്കും. അടിക്കടി ബ്ലൗസ്. ഒരു സെക്കൻഡ് തിരിഞ്ഞു നോക്കരുത് കേട്ടാ, പ്ലീസ്.
അങ്ങനെയാലും കൂടുതൽ അയ്യോ. നിൽക്കുന്നു. നിൽക്കാൻ. എന്തു പറ്റി? കാത്തിരിപ്പിന്റെ നീളം കൂടുന്നു. കാര്യം അതൊന്നും സാരമില്ല, നീ ഇവിടെ ഒന്ന് കിടക്ക്. അയ്യേ, വൃത്തികേട്. മോളെ, അതൊക്കെ മുത്തശ്ശിമാരുടെ ആചാരങ്ങളാണ്, നമുക്കതൊന്നും കാര്യമാക്കണ്ട. അയ്യോ വേണ്ട സുഖേട്ടാ, വേവോളം ഇരിക്കാമെങ്കിൽ പിന്നെ 6 വളം ഇരുന്നൂടെ പ്ലീസ്. അയ്യോ അയ്യേ, അതവിടെ വെക്ക്. ചൂട്ടുക്കത്തം. ഷെയിൻ നാളെ മതി പോരെ? ആരെ കാണിക്കാനാണ് ഞാൻ എന്റെ മുഖം എനിക്ക് സുന്ദരനാവുന്നത്? ആരെയും കാണിക്കാനില്ല, എനിക്ക് കാണാൻ, എനിക്ക് മാത്രം. You are the light and the pride of this house. അച്ഛൻ എന്തോന്നാ ചേട്ടത്തമ്മയും കെട്ടിപ്പിടിച്ച് സ്വകാര്യം പറയുന്നത്? നാക്കെടുത്താൽ അവൻ അനാവശ്യം പറയും. ഞാൻ എന്താ അനാവശ്യം പറഞ്ഞേ? എന്റെ കൈ പൊക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിന്റെ ചെവിടി ഞാൻ അടിച്ചു പൊട്ടില്ല. അടിക്കാനല്ലേ പറ്റാവുള്ളൂ. നാ കടിച്ചോ, കടിച്ചോ. സുധി, നിനക്കിനി കുട്ടിക്കളി മാറിയിട്ടില്ലേ? അച്ഛാ, ഈ വീട്ടിലും ഒരു കുട്ടിയില്ല, ഉടനെ എങ്ങും കൊണ്ടാകാൻ പോകുന്ന ലക്ഷണമില്ല. അപ്പൊ ഞാനെങ്കിലും കുട്ടിക്കളി കളിക്കട്ടെ. ഞാൻ ഒരു ഫലിതം പറയാൻ ശ്രമിച്ചാണ്, ഫ്ലോപ്പ്. എനിക്ക് പറയാനും അറിഞ്ഞുകൂടാ, അത് കേൾക്കുന്നവർക്ക് ആസ്വദിക്കാനും അറിഞ്ഞൂടാ. ഐ എം സോറി. എടാ, നിന്റെ വാചകം അടി നിർത്ത്, പറയാൻ വന്ന കാര്യം പറ, ലേറ്റ് ആക്കാതെ. ചേട്ടാ, ഞാനിന്ന് ജോലി പ്രവേശിക്കുകയാണ്. എനിക്ക് ചേട്ടൻ അനുഗ്രഹം വേണം. എടാ, അമേരിക്കൻ റിട്ടേൺ MBA-കാരൻ മണ്ട, ഇതൊക്കെ വേണോ? വേണം ചേട്ടാ. ഞാൻ എന്റെ വേരുകൾ മറന്നിട്ടില്ല.
the best. My good wishes. Praise to. താങ്ക് യു. പാവം രാധ. ആ കുട്ടിയുടെ ത്യാഗവും അർപ്പണ മനോഭാവവും. ഞാൻ അവളോട് പറയായിരുന്നു, അവൾ ഈ ഭവനത്തിന്റെ വിളക്കും അഭിമാനവുമാണെന്ന്. ശരിയാണ്. അച്ഛാ, ആഹാ, അപ്പോൾ എന്റെ ആശീർവാദമൊന്നും വേണ്ടേ? നിന്റെ ആശീർവാദം വാങ്ങിക്കാൻ നീരാ? എന്റെ അമ്മായിയമ്മേ. വരട്ടെ. വരട്ടേട്ടാ. എൽസി, വൈകിട്ടൊന്ന് കാണുന്ന ഒരു കാര്യമുണ്ട്. Mr. Sudhakaran, our new general manager. I told you about him earlier. Mr. Ravindran, our marketing manager. Mr. Paul Matthew, our administrative manager. This is our PRO, Ms. Vilasile Menon. നമസ്കാരം. ഹലോ. Mr. Chandran. Hello. Miss Mathuri. And Mr. Charles. ഹലോ. അപ്പോ ഇന്നു മുതൽ ഞാൻ പോളിസി മാറ്റേഴ്സ് മാത്രമേ ശ്രദ്ധിക്കൂ. ബാക്കി കാര്യങ്ങൾ മിസ്റ്റർ സുധാകരൻ കൈകാര്യം ചെയ്യും. സുധാകരൻ, I will take you to your cabin, okay? Come on. Hey, Piero, you too follow me, eh? This is your cabin. അമേരിക്കയിൽ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. അത് നമുക്ക് സാധിക്കില്ലല്ലോ. എങ്ങനെ? ബ്യൂട്ടിഫുൾ, മോർ ദാൻ എനഫ്. ഇതൊക്കെ ഇവരുടെ സംവിധാനമാണ്. Come on, take your seat. താങ്ക് യു. Best of luck. അച്ഛനിനി മതി. അച്ഛന് മതി എന്ന് നീയാണ് തീരുമാനിക്കുന്നത്. സുധി, നീ വന്നത് എനിക്ക് എന്ത് സഹായമായിരുന്നു. ഈ പെണ്ണ് എന്നെ കുടിക്കാനും പുകവലിക്കാനും സമ്മതിക്കില്ല. പട്ടാള നിയമമാണ്. കുറച്ച് വെള്ളം. അച്ഛൻ ഇവളുടെ താളത്തിന് തുള്ളാനിരുന്നിട്ടല്ലേ? അച്ഛന് ഹൈ BP ആണ്, ബ്ലഡ് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. കുടിക്കരുതെന്നും പുകവലിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. ജീവിക്കുന്നിടത്തോളം സുഭിക്ഷമായി തിന്നും കുടിച്ചും ജീവിക്കണം. അതാണ് എന്റെ ഫിലോസഫി. താങ്ക് യു. ചേട്ടത്തിക്ക് ഒരു സ്മോൾ തരട്ടെ? എനിക്ക് വേണമെന്ന് ചോദിക്കാത്ത എന്താ? നിനക്കോ? നിനക്ക് 2 സ്പൂൺ ഗ്രേപ്പ് വാട്ടർ തരാം. രാധേ, എന്താണെന്ന് പതിവില്ലാത്ത ഒച്ചയും ബഹളമൊക്കെ താഴെ? അച്ഛനും മോനും കൂടെയാ. ഒരു കുപ്പി തീരാറായി. സുധി ഇന്ന് ഉദ്യോഗത്തിൽ പ്രവേശിച്ച ദിവസമല്ലേ? ഓ, അമ്മായി, അമ്മായി. ആഹാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി മോനെ. വീട്ടിലെല്ലാവർക്കും പരമസുഖം. രാധ എവിടെ? അവൾ അകത്തുണ്ട്. മോനിരിക്കെ. അമ്മായി, എനിക്ക് IPS സെലക്ഷൻ കിട്ടി. ഓഹോ, എന്റെ ഈശ്വര. അമ്മാവനോടെ? ആ, ക്ലബിലേക്കെന്നും പറഞ്ഞു പോയതാ. സന്ധ്യയ്ക്ക് മുമ്പ് എത്തും. മോനിരിക്കെ. സുഖേട്ടാ. മോളെ, എനിക്ക് IPS സെലക്ഷൻ കിട്ടി. അയ്യേ, IFS കിട്ടുമെന്ന് പറഞ്ഞിട്ട്? ആർക്ക് വേണം IFS? IPSന്റെ ഗമയാണ് ഗമ. ASP, DSP, DIG, പിന്നെ സാക്ഷാൽ IG, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. സകലവരും സല്യൂട്ട് അടിച്ച് ഓച്ചാരിച്ച് നിൽക്കും. പിന്നെ അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എന്റെ അടുത്ത് നടക്കത്തില്ല. സ്റ്റൈലായിട്ടുണ്ട് ലവ് സീൻ. ആഹാ, നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? അയ്യോടെ എന്തിനാ വന്നതെന്നോ?
രാധ എന്റെ മുറപ്പെണ്ണ. ഈ ലവ് സീനൊക്കെ അഭിനയിക്കാൻ എനിക്കറിയാം. പിന്നെ IPS എന്നൊരു കുറവേ ഉള്ളൂ. രാധ ഈ IPS കാട്ടിലും തണ്ടും തടിയും കാണാൻ സൗന്ദര്യം ഒക്കെ എനിക്കല്ലേ. ആയിക്കോട്ടെ, സ്റ്റണ്ടില്ലേ പിന്നെ ലവ് അഫെയറിന് യാതൊരു ത്രില്ലും ഇല്ല. വാ വെള്ളം. നീ എന്തിനാണ് ഇത്ര അധികാരം കാണിക്കുന്നത്? ഇവിടെ എന്റെയും കൂടെ മുറപ്പെണ്ണ. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അധികാരമൊക്കെ എനിക്കും കാണിക്കാം. വെള്ളം. നിന്നോട് ആര് വന്നിപ്പോ ഇങ്ങോട്ട് എന്നുള്ളത്? കോളേജ് വിട്ട് വന്നപ്പം അച്ഛൻ പറഞ്ഞു ചേട്ടൻ IPS സെലക്ഷൻ കിട്ടിയെന്ന്. ഒന്ന് അനുമോദിക്കാന്ന് എഴുതി തിരക്കിയപ്പം പുള്ളിക്കാരന്റെ പൊടി പോലും ഇല്ല. IPS ഒന്നും ഇല്ലെങ്കിലും കുറ്റാന്വേഷണ ബുദ്ധി എനിക്കും കുറേശ്ശൊക്കെ ഉണ്ടേ. ഇവിടെ എത്തി അമ്മയോട് ചോദിച്ചപ്പം ഇവർ രണ്ടു പുറത്തേക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. അത് ശരി. എന്നിട്ട് എന്റെ അമ്മാവ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഇവര് തമ്മിൽ ഭയങ്കര ലവ് സീൻ. വിഭവസമർത്ഥമായ ഭക്ഷണത്തിന് നന്ദി. പോയിട്ട് വരാം. സുധിമോൻ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല. ദേ കേട്ടോ, അമ്മായിക്ക് IPS-നെക്കാളും എന്നെയാ ഇഷ്ടം. വാ. അത് നിന്റെ കൂടെ അല്ലല്ലോ ഞാൻ വന്ന. നീ വെക്കൂ. ഇപ്പൊ വരുന്നില്ലേ? ഞാൻ വരുന്നില്ലല്ലേ ഇപ്പൊ ഇവിടെ കിടന്ന് പ്രയോഗിക്കണ്ട. അല്ലേ? ഇതുവരെ ഉറങ്ങിയില്ലേ? എത്ര നാളാണ് ഇങ്ങനെ എങ്ങനെ? ഉറങ്ങാതെ? അന്ത്യം വരെ. To me, this is quite impressive. What's your opinion? Not bad. The product is projected. That is important. Media list check up ചെയ്തോ? മെഡിക്കൽ ജേർണൽസിന് ടോട്ടൽ കവറേജ് കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ? പ്രധാനപ്പെട്ട 7 മെഡിക്കൽ ജേർണലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Okay, Mr. Sudhakaran, go ahead. അങ്കിൾ, ചേട്ടത്തിയുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ്. What happened? ഇതാണ് സിംറ്റം. Pathological investigations are quite normal. അല്ലേ സുനിതേ? യെസ് അങ്കിൾ. ENT ടെസ്റ്റിലും അപാകതയൊന്നും കാണാനില്ല. സാധാരണയായി പലരിലും കാണുന്ന സൈനസ് ട്രബിൾ പോലും ചേട്ടത്തിക്കില്ല, അല്ലേ അങ്കിൾ? Yes, you are right. ചുരുക്കത്തിൽ
ഈ ടെസ്റ്റുകൾക്കൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ്? സ്കാനിങ്, ബ്രെയിൻ സ്കാനിങ്. തലച്ചോറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം. ഏതായാലും ഫിസിഷ്യൻ പറഞ്ഞ മരുന്ന് എന്നെ ഒരാഴ്ചത്തെ കൂടി കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വാട്ട് ഡു യു സേ രാജശേഖരൻ? ദാറ്റ്സ് റൈറ്റ്. അല്ലാതെ എന്ത് ചെയ്യാനാ മാത്യു? മതി മതി,